അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത്. എന്തൊക്കെയാ മാത്തച്ചായി പറയണത്? ടോമങ്ങൾ നിങ്ങളുടെ ഭാര്യയെ പിടിച്ചതോ? കേറി പിടിച്ച് ഉമ്മം വെച്ചു. അയാളുടെ പല്ലുകൊണ്ട് പാട് അവളുടെ മുഖത്തുണ്ട്. കാണണെങ്കി വാ. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കല്ലേ കേൾക്കാൻ പറ്റണ? അതായത് പറയട്ടെ, നീ ഓപ്പൺ ആയിട്ട് വന്നോ. എന്റെ പൊന്നല്ലു, എന്താ കാര്യം വെച്ചാ പറ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പോവേണ്ടത് പോയില്ലേ? എന്നാ പിന്നെ എന്നെ ഉറക്ക വിളിച്ചു പറയാം. പറഞ്ഞോ. ഏയാ ഇവളുടെ വയറ് കണ്ടിട്ട് നീ പറഞ്ഞില്ലേ ഇവള് കാണുമ്പോൾ ഞാൻ കുഴപ്പമില്ല, ടാസ്കില് നമ്മൾ ഇനി പോയിട്ടൊന്നും നോക്കണ്ട എന്നുള്ളതിൽ ഞാൻ വിട്ട്. എനിക്കെന്തോ പോലെ. എന്നിട്ട് ആര്യൻ ഇവള് പറഞ്ഞല്ല കൈ പിടിക്കുന്ന ടാസ്കില് ലാസ്റ്റ് ഇവൻ ഇവളുടെ വയറ്റിലോട്ട് നോക്കി കയറുന്നു. എന്നിട്ട് ഇവള് നോക്കും സൈഡ്. അപ്പൊ എനിക്ക് അൺകംഫർട്ടബിൾ ആയി. അപ്പൊ ഞാൻ എന്താക്കി പെട്ടെന്ന് താഴ്ത്തി. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. അല്ല മോള് എൻജോയ് ചെയ്തോ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ചിരിയുടെ കാര്യം അങ്ങനെ സംസാരിക്കാം. അല്ല പറ ഈ മനസ്സിൽ കുഷ്ഠം വെച്ചിട്ട് എത്ര ദൈവങ്ങളെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിനക്ക് കേട്ടിട്ട് ചിരി തോന്നുന്നുണ്ട്. നിനക്ക് വന്നാലും നീ ചിരിച്ചിട്ട് ഇങ്ങനെ കേട്ടോണ്ട് അവന് ചാൻസ് കൊടുത്തിട്ട് മതി. തോളിൽ നിന്ന് ചെവി തിന്നോ, പക്ഷെ തല മുഴുവനോടെ തിന്നല്ലേ. കൊടുക്കൂലേ? അപ്പൊ കാരണം അടിച്ചു പൊട്ടിക്കൂലേ? കാരണം തൊട്ടാ കൊടുക്കും ചിലപ്പോ. അപ്പൊ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത്. അപ്പൊ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്ത് എന്താ ചെയ്യുന്നത് അങ്ങനെ ചോദിച്ചു. ഇയാൾ എന്നോട് അപമര്യാദ കാണിച്ചു. അത് കാണിച്ചു? അയ്യോ ദൈവത്തിനാണ് ഞാൻ കാണിച്ചില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു ബ്രഹ്മചാരിയല്ലേ, എനിക്ക് അങ്ങനെ കാണിക്കാൻ. അപ്പൊ പറഞ്ഞേ സോറി. അത് ശരി, ഇതാണല്ലേ പരിപാടി. ദയവ് ചെയ്ത് നാറ്റിക്കരുത്. മോളെ അങ്ങോട്ടാ പോകുന്നത്? മോളെങ്കി വാ. എനിക്കിതൊന്നും കണ്ടിക്കാൻ പറ്റുള്ള, ഞാൻ പോണേണ്. ഫുള്ളും പറയട്ടെ. അല്ല നീ കേക്ക്, ഞാൻ കേട്ട് രസിച്ചതാ. നീ കേക്ക്. പോയി പിണങ്ങിപ്പോയി. അതല്ല എന്റെ പ്രശ്നം, ഇവള് റിയാക്ട് ചെയ്ത രീതിയാണ് എന്റെ പ്രശ്നം. ഒരു യുദ്ധം ഒഴിവാക്കാൻ കാല് പിടിച്ചപ്പോ തലക്കാരിരുന്ന് മുടിവെട്ട. ഞാനൊരു ടാസ്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അനാവശ്യ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യല്ലേ കേട്ടോ. ഇങ്ങനെ എടുക്കുള്ളൂ. നീ എന്തൊരു കാര്യം. എന്റെ തലവിധി. ഒരാൾക്ക് വേണ്ടി ഒട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. ഞാൻ നല്ല രീതിക്കാണ് ഹാൻഡിൽ ചെയ്തത്. ഇനി അങ്ങനെ വന്നാല് എനിക്കറിയാവുന്ന രീതിക്ക് ഹാൻഡിൽ ചെയ്യാൻ. അടുത്ത പ്രാവശ്യം മനസ്സിലായോ? പരമനാറി പട്ടി കഴിവരടാ മോളെ. ഈ കൈൻഡ് ഓഫ് സ്പീക്കിംഗ് നിർത്തിക്കോ. ഇതാണ് പുറത്തേക്ക് ബാഡ് ആയിട്ടുള്ള രീതിയിൽ സ്പ്രെഡ് ആക്കുന്നത്. നിർത്തിക്കോ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.